എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സൺഡേ ടിപ്സിൽ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് നമ്മുടെ പ്രാർത്ഥനയെക്കുറിച്ചാണ്. ലോകത്തിലുള്ള ഏതാണ്ട് 90% ആൾക്കാരും ഈശ്വരനിൽ വിശ്വസിക്കുന്നവരാണ്. ഈശ്വരനെ ധ്യാനിക്കുന്നു, ഈശ്വര സന്നിധിയിലെത്തുന്നു. അമ്പലങ്ങളിലൂടെയും പള്ളികളിലൂടെയും മറ്റു ആരാധന ആശ്രമങ്ങളിലൂടെയും ഒക്കെ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു. ദൈവത്തിൻ്റെ പ്രീതിക്കായി നാം ആ കാണിക്കവഞ്ചിയിൽ നമ്മൾ സാധിക്കുന്ന സഹായം ആ കാണിക്കവഞ്ചിയിൽ നമ്മൾ നിക്ഷേപിക്കാറുണ്ട്. ചിലർ കോയിനുകളായിരിക്കും, നാണയത്തുട്ടുകളായിരിക്കും. ചിലവർ 10 50 അല്ലെങ്കിൽ 500 കറൻസികളായിരിക്കാം, കറൻസി കെട്ടുകളായിരിക്കാം. ഒരു ചിലർ സ്വർണ്ണ നാണയങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സ്വർണ്ണക്കട്ടിയായിരിക്കാം. അങ്ങനെ പല രീതിയിൽ പോകുന്നു. ഇതെല്ലാം നിക്ഷേപിച്ചതിന് ശേഷം ദൈവത്തിനോട് നാം നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുകയാണ് പ്രാർത്ഥനയിലൂടെ. ഒന്ന് മനസ്സിലാക്കുക, ഈ ഈശ്വരൻ എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ അടങ്ങിയിരിക്കുന്ന ഒരു ശക്തിയാണ് എന്ന് നാം ധരിക്കണം. നമ്മുടെ ഓരോ ചലനത്തിലും നമ്മളെ ചലിപ്പിക്കുന്നതും ആ ശക്തി തന്നെയാണ്. എന്നാൽ ആ ശക്തി ഉള്ളിലുണ്ടെങ്കിലും നാം എന്ത് പ്രവർത്തിക്കണം, എന്തായിരിക്കണമെന്ന് ആ ശക്തി അപ്പോൾ നമ്മുടെ അന്തരാത്മാവിൽ പറയില്ല, തോന്നിക്കില്ല. കാരണം അത് എങ്ങനെ തോന്നിക്കണം, എന്ത് ചെയ്യണം, അതിനുള്ള എല്ലാവിധ ശക്തിയും ബുദ്ധിയും ഈ ശക്തി നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ, നീ ഇതേ ചെയ്യാവൂ, ഇത് ചെയ്യണം, ഇത് ചെയ്യാതിരിക്കും, അങ്ങനെ ഈശ്വരൻ പറഞ്ഞു തന്നാൽ ഈശ്വരനൊരു ഒരു ശക്തി ഉണ്ടാകുമെന്ന് നാം വിശ്വസിക്കില്ല. അദ്ദേഹം അമാനുഷ്യനായി നമ്മിൽ നിന്ന് അകന്ന് നിൽക്കുന്ന, കാണാത്ത ഒരു ദിശയിലിരിക്കുന്നതായിട്ട് പറയാം. ഒരു ചിലർ കൈലാസത്തിരിക്കുന്ന പറയാൻ ശക്തി, മറ്റു ചിലർ മറ്റെവിടെയോ, എവിടെ ജെറുസലേമിൽ അടക്കം ചെയ്ത സ്ഥലത്ത് ആ ഭാഗത്താണെന്ന് പറയും. ഒരു കൂട്ടർ മക്കയിലാണ്. ഇങ്ങനെ പലരും പല വിശ്വാസത്തിന് അനുസരണമായ രീതിയിലുള്ള പലതും അവർ പറയുന്നു. ഇവിടെ നമ്മുടെ നാട്ടിലറിയാം, എത്രയോ ആരാധനാലയങ്ങൾ, എത്രയോ അമ്പലങ്ങൾ, എത്രയോ മറ്റു ആരാധന കേന്ദ്രങ്ങൾ ഒക്കെ കോടി ചിലവാക്കി പണിതിരിക്കുകയാണ്. അവിടെയെല്ലാം നമ്മൾ ആത്മനിർവൃത്തി, ആത്മശാന്തിക്കായി നമ്മൾ അവിടങ്ങളിലൊക്കെ എത്താറുണ്ട്, പല പുണ്യസ്ഥലങ്ങളിലും. അതിൻ്റെ ഭാഗമാണ് ഈ മക്ക, മദീന, പിന്നെ ഇവിടെ ഈ ജെറൂസലേം, ദെൻ വടികൾ, നമ്മുടെ കൈലാസം, ഇങ്ങനെ അതങ്ങനെ കിടക്കുകയാണ് വ്യാപിച്ച്. എനിക്ക് സ്നേഹമുള്ള സുഹൃത്തുക്കളോട് പറയാൻ ഒന്നേ ഉള്ളൂ. ബൈബിളിലൊരു ഭാഗമുണ്ട്, ഒരു വാക്ക്, വിതയ്ക്കുന്നതേ കൊയ്യൂ. എത്ര അർത്ഥവത്തായ ഒരു വാക്കാണെന്ന് മനസ്സിലാക്കണം. ദെൻ വാളെടുക്കുന്നവൻ വാളാൽ മരിക്കും. ഇതൊക്കെ വളരെ സിംബോളിക്കായിട്ടുള്ള മെസ്സേജുകളാണ്. ഇത് എത്ര പേരാണ് മനസ്സിലാക്കുന്നത്? നമ്മൾ രാമായണമോ ഭഗവതമോ ഗീതയോ ബൈബിളോ ഖുറാനോ ഇതൊക്കെ എത്ര പാരായണം ചെയ്താലും അതിൻ്റെ ഉള്ളിൽ വളരെ സത്തുള്ള വാചകങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. ആരും അത് ഗവനിക്കില്ല. ചിലവർ ഈ പേജ് പിന്നിട്ട്, ചിലവർ വളരെ ഇപ്പം വാക്യ നമ്പർ ഇത്ര, അല്ലെങ്കിൽ സൂറ, ഇങ്ങനെ ഓരോ ഇതെല്ലാം നമ്മൾ ഓരോന്നും പറഞ്ഞ് ഇത്ര പേജ്, ഇന്നാം വാക്യം, ഇങ്ങനെ എന്നൊക്കെ പറയും. കാണാപ്പടം വെച്ച് സംസാരിക്കുന്നവരുണ്ട്. അതല്ല എൻ്റെ യഥാർത്ഥ ശരി. നാം ചെയ്യേണ്ടത്
നമ്മെക്കൊണ്ട് സാധിക്കുന്ന പ്രവൃത്തികൾ, കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക. സത്യസന്ധമായിരിക്കണം. നമ്മൾ ഒരാളെ ഉപദ്രവിച്ച് മാക്സിമം ഹറാസ് ചെയ്ത് അയാളിൽ നിന്നും തട്ടിയെടുക്കുന്ന കാര്യങ്ങൾ കോടികളായിരിക്കാം, ലക്ഷങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ആയിരങ്ങളായിരിക്കാം. ഇവയെല്ലാം മറ്റൊരു സ്ഥലത്ത് നാം ഡൊണേഷനെന്നോ അല്ലെങ്കിൽ നമ്മൾ ദാനമായിട്ടൊക്കെ കൊടുക്കുന്നെങ്കിൽ അതിലൊരു ഗുണവും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഒന്നൊരു ബെനിഫിറ്റ് അതിൽ കിട്ടില്ല. നെവർ. നിങ്ങളെന്ത് ചെയ്ത് തന്നാലും ഇനി നിങ്ങളുടെ സ്വത്തെല്ലാം വിറ്റ് എല്ലാം വിധികൾ നിങ്ങൾ അമ്പലത്തിനോ പാവപ്പെട്ടവർക്ക് ആർക്കോ എവിടെ നിക്ഷേപിച്ചാലും ഒരു ഫലം കിട്ടില്ല. കാരണം നിങ്ങൾ അതിൽ ഫലം കിട്ടില്ല എന്ന് പറയുന്നത് നിങ്ങൾ ഉണ്ടാക്കിയ എല്ലാ വസ്തുക്കളും മറ്റൊരുത്തനെ ഉപദ്രവിച്ച് അവനെ നശിപ്പിച്ച് അവനെ തകർത്തുണ്ടാക്കിയതായിരിക്കാം. നിങ്ങൾക്ക് സമാധാനം കാണണമെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ആഹാരം അത് നിങ്ങളുടെ വിയർപ്പിൻ്റെ ആഹാരമാണെന്ന് നിങ്ങൾ അറിയുക. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നിലനിർത്താം എന്നുള്ളതാണ് ജീവിതം. ഒരു ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം നിങ്ങളുടെ ജീവൻ നിലനിർത്തും. പകരം നിങ്ങൾ എത്ര സ്വാദിഷ്ടമായ ആഹാരം കഴിച്ചാലും, നിങ്ങൾ എത്ര 1000 രൂപയ്ക്ക് മുകളിലുള്ള കുഴിമന്തി കഴിച്ചാലും, നിങ്ങൾ എത്ര കറങ്ങുന്ന ചിക്കനോ എന്തൊക്കെ കഴിച്ചാലും അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റും സത്യസന്ധമായി നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ പാചകം ചെയ്തിരിക്കുന്ന ഒരു കഞ്ഞിയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ആ കഞ്ഞിയിൽ നിന്ന് കിട്ടുന്ന ഊർജം, അതിൽ നിന്ന് കിട്ടുന്നൊരു സുഖം നിങ്ങൾക്ക് ആയിരങ്ങൾ മുടക്കിയെടുക്കുന്ന ആ ആഹാരത്തിൽ നിന്നും കിട്ടത്തില്ല. എൻ്റെ പ്രധാന ഉദ്ദേശം, നിങ്ങൾ ഒരു അമ്പലത്തിലോ ഒരു പള്ളിയിലോ ഒരു ആരാധനാലയങ്ങളിലോ നിങ്ങൾ കടക്കണ്ട. നിങ്ങളുടെ സമയം വൃത്തിയാക്കണ്ട. പകരം ഈശ്വരനുള്ള ശക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്യുക. നിങ്ങൾ അധ്വാനിക്കാതെ നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും നിങ്ങൾക്കൊരു ഫലവും ഉണ്ടാകില്ല. നിങ്ങൾ എത്ര ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചാലും നിങ്ങൾക്കൊരു ഫലവും കാണില്ല. നിങ്ങൾ കണ്ണിൻ്റെ ധ്യാനത്തിന് എത്ര കൈവരിച്ച് പ്രാർത്ഥനം, എത്ര സാഷ്ടാംഗമുള്ള പ്രാർത്ഥനം, എത്ര അമ്പലത്തിനൊട്ടും പ്രദക്ഷിണം ചെയ്താലും നിങ്ങൾക്കൊന്നും കിട്ടില്ല. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കില്ല. നിങ്ങൾ എത്ര പൂജ നടത്തിയാലും, നിങ്ങൾ എത്ര പുഷ്പാഞ്ജലി നേർത്തിയാലും, നിങ്ങൾ എത്ര നേർച്ച നേർന്നാലും, എന്ത് ചെയ്താലും നിങ്ങൾക്കൊന്നും കിട്ടില്ല. നെവർ. നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം മാത്രമായിരിക്കും. നിങ്ങൾ രാവിലെ ഉണർന്ന് ഈ 4 മണിക്ക് അമ്പലത്തിലോ പള്ളിയിലോ ഒന്നും നിങ്ങൾ നടന്നുകൊണ്ട് കാര്യമില്ല. ഞാൻ വിമർശിക്കുകയല്ല, ഞാൻ അമ്പല വിരോധിയല്ല, ഞാൻ പള്ളി വിരോധിയല്ല, ഞാൻ ദൈവത്തിൻ്റെ വിരോധിയല്ല. നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചുകൂടെ നിങ്ങളൊന്ന് ഓർക്കണം. നിങ്ങൾക്ക് ബുദ്ധി വന്നിട്ടുണ്ട്. നിങ്ങൾ അമ്പലത്തിൽ ഒരു 5 മണിക്ക് നിങ്ങൾ റോഡിൽ നടന്നു പോകുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്ത്രം അതൊരു ഡാർക്ക് കളറാണെങ്കിൽ നിങ്ങളിൽ അപകടം ഒത്തിരി പതിയിരിക്കുന്നു. നിങ്ങളത് ഓർക്കണം. കാരണം നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങളെ ക്രോസ് ചെയ്ത് പോകുന്ന ആ വണ്ടി ഡ്രൈവർ ഉറങ്ങിപ്പോയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ സാധില്ലായിരിക്കാം. നിങ്ങൾ ഒരു ശുഭവസ്ത്രം, നല്ല ഒരു ലൈറ്റ് കളർ വസ്ത്രമാണെങ്കിൽ ദൂരെ നിന്ന് കാണാനും ഡ്രൈവറിനായാലും ആർക്കും, ഈവൻ ബൈസൈക്കിൾ പോണവർക്കും അറിയാൻ പറ്റും. നിങ്ങൾ പള്ളി പോണ വഴിക്കായിരിക്കും. നിങ്ങൾക്കറിയാം പല മരണങ്ങളും സംഭവിക്കുന്നത് ഈ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരുമാതിരി ഡാർക്ക് ഡ്രസ്സൂട്ടൊക്കെ അങ്ങോട്ട് പോകും, കാണാൻ പറ്റില്ല, ഇടിക്കും, മരിക്കും. അപ്പോൾ ദൈവത്തിനെ പഴിച്ചിട്ട് കാര്യമില്ല. ആ സമയത്ത് എങ്ങനെ നടക്കണം, എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ള ബുദ്ധി ഈശ്വരൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈശ്വരൻ അനുശ്വാസിക്കുന്ന ആ കാര്യങ്ങൾ നാം ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും പണിഷ്മെൻ്റ് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്യുക. നിങ്ങളുടെ മറ്റൊരു വ്യക്തിയെ വിമർശിക്കാൻ പോകണ്ട.
മറ്റൊരു വ്യക്തിയുടെ കുറ്റം നിങ്ങൾ ചൂണ്ടിക്കാണിക്കരുത്. ആദ്യം നിങ്ങളുടെ കുറ്റം, നിങ്ങളുടെ ഉള്ള അപാകതകൾ അതെന്താണെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. നിങ്ങളെ ശുദ്ധീകരിക്കുക. നിങ്ങൾ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ സന്തോഷമുള്ളവരായി മാറും. നിങ്ങളുടെ പ്രവർത്തനമേ നിങ്ങൾക്ക് ഫലം തരൂ. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും എത്ര സ്നേഹിതരായിരുന്നാലും നിങ്ങൾ ഒരു കാര്യം നിങ്ങളോട് പറയും, നിങ്ങൾ അത് ചെയ്യുക, ഇപ്പോൾ ബെനിഫിറ്റ് കിട്ടുന്ന ചെയ്യരുത്. ഒരു കാര്യവും പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിൽ അപാകതകൾ കാണും. ഒരു കാര്യം ചെയ്യണമെങ്കിൽ എത്ര വട്ടം നിങ്ങൾ കൂടുതൽ ആലോചിക്കുന്നോ അത്രയും അത് സുരക്ഷിതമായിരിക്കും. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. സോ ഇന്നത്തെ ഈ സൺഡേ ടിപ്സിൽ പറയുന്നു, നിങ്ങളുടെ കർമ്മങ്ങൾ നേരായ രീതിയിൽ ചെയ്യുക. ഈശ്വരനോട് നിങ്ങൾ എത്ര യാചിച്ചാലും അദ്ദേഹം തരില്ല. നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലം മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ. അതോർത്ത് ഇനിയുള്ള ദിവസങ്ങൾ കഴിയാൻ ശ്രമിച്ചാലും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK കുമ്പക്കാരൻ. താങ്ക് യു.